കോട്ടയത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ദമ്പതികളുടെ മകൻ ഗൗതമിന്റെ മരണത്തിലും ദുരൂഹത. മകന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകം. മകന്റെ മരണത്തിൽ വിജയകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലി ജനം TVയോട് ചേരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകത്തിൽ കൂടുതൽ ദുരൂഹതകൾ കൂടി പുറത്തു വരികയാണ്. മകൻ ഗൗതമിന്റെ, അതായത് വിജയകുമാറിന്റെയും മീരയുടെയും മകനായിട്ടുള്ള ഗൗതം 2017 മരണപ്പെട്ടിരുന്നു. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് ഗൗതമിനെ കണ്ടെത്തിയത്. ആ കേസിൽ CBIക്ക് അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് അടുത്തിടെയാണ് ഹൈക്കോടതി പുറത്തിറക്കിയത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അന്ന് വിജയകുമാറിന് വേണ്ടിയിട്ട്, അതായത് വിജയകുമാറിനും മീരയ്ക്കും വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകനായിട്ടുള്ള മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള T. ആസിഫ് അലി ജനം TVയോടൊപ്പം ചേരുന്നു. സർ, ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് CBIക്ക് കൈമാറുന്നു, ആ ഘട്ടത്തിൽ തന്നെ കൊലപാതകം നടക്കുന്നു, ഇതിലൊരു ദുരൂഹതയുണ്ടോ? അന്വേഷണ വിഷയമാക്കേണ്ട സംഗതിയാണ്. എങ്ങനെയാണ് ഈ കേസിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? കാരണം രാത്രി മകൻ അമ്മയെ വിളിച്ച് പറയുന്നു, രാത്രി 8 മണിക്ക് ഭക്ഷണം വല്ലതും വേണോ, വേണ്ടാന്ന് പറയുന്നു. പിന്നെ മകൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. രാവിലെ ഞാൻ തിരിച്ചു വരാത്തപ്പം ഈ വിജയകുമാർ പോലീസിൽ പരാതി കൊടുക്കുന്നു, മകനെ കാണുന്നില്ല. അപ്പോഴാണ് മകൻ്റെ ബോഡി റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കാണുന്നത്. ആ ട്രാക്കിൽ നിന്ന് 204 മീറ്റർ വിട്ട് അദ്ദേഹത്തിൻ്റെ കാറ്, മരിച്ച ഗൗതമിൻ്റെ കാറിൽ നിറയെ രക്തക്കറകളായിരുന്നു, ഡോറിലും പിൻസീറ്റിലും മുൻസീറ്റിലുമെല്ലാം. അപ്പോൾ അത്രയും സ്വയം ഉണ്ടാക്കിയ പരിക്കാണെങ്കിൽ ഒരിക്കലും അത്രയും ദൂരം നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. പിന്നെ മാത്രമല്ല, ഒരാൾ സ്വയം ഏൽപ്പിച്ച പരിക്കാണെങ്കിൽ ഒരു കുത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒന്നിൽ കൂടുതൽ അത് സാധാരണ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷേ കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഇത് വീണ്ടും ആത്മഹത്യയാണെന്ന് പറഞ്ഞപ്പോൾ കേരള ഹൈക്കോടതി അത് ആത്മഹത്യയല്ല, അത് ശരിക്ക് കൊലപാതകമാണ്, അത് ഹോമിസൈഡൽ ഡെത്താണ്, അത് അന്വേഷിക്കണം, അത് കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ, അത് CBI അന്വേഷിക്കണം എന്ന കണ്ടെത്തലിലാണ് CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. ഈ ഒരു സംഭവം ആദ്യം അന്വേഷിച്ചത്, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ചത് പോലീസും ക്രൈംബ്രാഞ്ചുമാണ്. പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBIക്ക് കേസ് കൈമാറണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. ആ കാറിലെ രക്തക്കറ അടക്കം സാധൂകരിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ സംശയം ദൂരീകരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിരുന്നല്ലോ. സ്വാഭാവികം, അതുകൊണ്ടാണല്ലോ CBI അന്വേഷണം വേണ്ടി വന്നത്. ഈ ഒരു ഘട്ടത്തിൽ, അതായത് CBIക്ക് വിട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കാം. അപ്പോൾ ഈ ഒരു ആ കേസുമായി മുന്നോട്ട് പോയ കുടുംബത്തിന് ഈ ഒരു ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിലൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ടോ? അത് അന്വേഷണ വിഷയമാക്കേണ്ടതാണ് പോലീസ്. വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും, കാരണം വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വിജയകുമാറിൻ്റെയും മീരയുടെയും ഈ കൊലപാതകത്തിൽ വേണം. കാരണം 2017 മകൻ ഗൗതം മരിച്ചു, ആത്മഹത്യ എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും എത്തിച്ചേർന്നത്. പക്ഷേ ആ കാറിൽ രക്തക്കറ കണ്ടിരുന്നു. അത് അന്വേഷണ വിധേയമാക്കുവാനോ അതിൻ്റെ സംശയം ദൂരീകരിക്കുവാനോ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചില്ല. ഈ ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗൗതമിൻ്റെ കുടുംബം, അതായത് വിജയകുമാറും മീരയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അനുകൂലമായി കേസ് CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് അടുത്തിടെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകം സംഭവിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ സംശയം. വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കോട്ടയത്തെ വ്യവസായിയുടെ മരണത്തിന്റെ കാര്യത്തിൽ വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2017 ഇതിൽ CBI അന്വേഷണം നടക്കാൻ പോകുകയാണ്. വിജയകുമാറിൻ്റെയും മീരയുടെയും മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആസിഫ് അലി ജനം TVയോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്.